ഇടുക്കിയിൽ 5 മണ്ഡലങ്ങൾ UDF പിടിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ സംഭവിക്കാൻ യാതൊരു വഴിയില്ലെന്നാണ് എൻ്റെ നിഗമനമുള്ള. അങ്ങനെയൊക്കെ വഴിയില്ല. 4 മണ്ഡലം നമ്മൾ പിടിക്കുമെന്ന നിഗമനത്തിലാണ് ഞാൻ. 3 റിസർവ് ബാങ്കാണോ 3? അതെ, ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. 4 മണ്ഡലം ഉറപ്പ്, അത് നിലവിലുള്ളതാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന നിഗമനത്തിലാണ് ഞാൻ. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ഞാൻ തലയ്ക്ക് വെളിവുള്ളവർക്ക് കേരളത്തിൽ നമ്മുടെ ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരാനല്ലാതെ ബദൽ എന്ത് സംവിധാനമോ? ഇത് പിടിച്ചേ, സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. പറ, തലയ്ക്ക് വെളിവുള്ളൊരു പറ. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചാണല്ലോ ഇപ്പം കൊട്ടയിലും കൊള്ളുകയല്ല കൗനത്തിലും കൊള്ളാത്ത പരുവത്തിലെത്തിയത്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. നരേന്ദ്രമോദിയാണല്ലോ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ ചെറുക്കാൻ കഴിയുന്ന ഞങ്ങൾക്ക് മാത്രമാണ് കേരളത്തിൽ. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. അങ്ങനെ പറ. കോൺഗ്രസിനാണോ? കോൺഗ്രസ് ഉണ്ടാക്കിയാണല്ലോ ഈ പരുവാക്കിയത്. അതുകൊണ്ട് കൂടെ 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിനാ. പിന്നെ ഞങ്ങൾ പണമില്ലേലും ഞങ്ങൾ പോകില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നവരാ. നിങ്ങൾക്ക് എന്നാ ഞങ്ങളെ പറ്റി അറിയാം? അങ്ങനെ ഈ ഹൈറേഞ്ചിൽ ഒരേ ഒരു സിംഹമേ ഉണ്ടാവും, ജനകീയനായ ഈ PP ശശി. മുണ്ടം മടക്കി കുത്തി നിൽക്കും. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്.